കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി സൗത്ത് ജില്ലാ സമ്മേളനം കുമളിയിൽ നടന്നു. KFPSA സംസ്ഥാന പ്രസിഡന്റ് KA സേതുമാധവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 1953 വനപാലകരുടെ അവകാശ പോരാട്ടത്തിന് ഉദയം കണ്ട സംഘടനയാണ് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ. അടിസ്ഥാന വിഭാഗം ജീവനക്കാരുടെ സ്ഥലം മാറ്റം രാഷ്ട്രീയ ഉദ്യോഗ സ്വാധീനത്തിലൂടെ അട്ടിമറിക്കപ്പെടുന്നതായി സമ്മേളനത്തിൽ ആരോപണമുയർന്നു. ജില്ലയിലെ മനുഷ്യ വന്യമൃഗ സംഘർഷം കൂടുതലുള്ള പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വനസംരക്ഷണം മെച്ചപ്പെട്ടതാക്കുന്നതിനും തസ്തികൾ സൃഷ്ടിക്കപ്പെടുന്നതിനും ദ്രുതകർമ്മ സേനയുടെ രൂപീകരണവും അവയുടെ കാര്യക്ഷമമായ നടത്തിപ്പും KFPSA സർക്കാരോടും വകുപ്പിനോടും നിരന്തരമായി ഉയർത്തുന്ന ആവശ്യമാണ്. തട്ടിക്കൂട്ട് RRT സംവിധാനങ്ങൾ പാടെ മാറ്റണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. KFPSA ഇടുക്കി ജില്ലാ പ്രസിഡന്റ് J. വിജയകുമാർ അധ്യക്ഷത വഹിച്ച യോഗം സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് K. സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. സംഘടന ചെയ്ത പ്രവർത്തനങ്ങളെയും അതോടൊപ്പം തന്നെ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെയും പറ്റി അദ്ദേഹം സംസാരിച്ചു. ഈ സംഘടനയുടെ പ്രവർത്തന മികവില്ലേ, ഈ സംഘടന നടത്തിയ പ്രവർത്തന മികവില്ലേ, അത് സേതുമാധവന്റെ മികവല്ല, KFPSA മികവാണ്. ഇന്ന് രാജേഷ് സാർ പറഞ്ഞ നല്ല വാക്കുകള് ഈ സംഘടനയ്ക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആണ്. അത്തരത്തിലേക്കാണ് ആ പ്രവർത്തനത്തിൽ കാണുന്നത്. ആ ഒരു തൊഴിൽ മേഖല സാഹചര്യങ്ങള് അത് മനസ്സിലാക്കണ്ടേ. സെക്രട്ടേറിയറ്റില് ശീതീകരിച്ച മുറിയിലെ കണക്കിന് ഫാമിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥര് അവര് രാവിലെ 10 മണിക്ക് വന്ന് കയറി വൈകിട്ട് 5 മണി അല്ലെ 5:30 അവർക്ക് വീട്ടിൽ പോവാം ഇല്ലേ. കോട്ടയം DFO N. രാജേഷ് AFS മുഖ്യപ്രഭാഷണം നടത്തി. PTR ഡെപ്യൂട്ടി ഡയറക്ടർ സുരേഷ് ബാബു, സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. ബിജു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KR ശശികുമാർ, PC സെബാസ്റ്റ്യൻ, KP സജിമോൻ, PP സുരേന്ദ്രൻ, T. പഞ്ചൻ, A. അനിലാൽ, ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി R. ദിനേശ്, ജില്ലാ സെക്രട്ടറി PS നവാസ്, ജില്ലാ ഖജാൻജി A. അനിലാൽ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം, വിദ്യാഭ്യാസ പ്രോത്സാഹന അവാർഡ് വിതരണം, യാത്രയയപ്പ് എന്നിവയും നടന്നു. ഇടുക്കി വിഷൻ കുമളി.